നമസ്കാരം. കർണാടക മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നെഞ്ചുലയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തു വരുന്നത്. 71 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ അർജുൻ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് സാധനങ്ങൾ കണ്ടെടുക്കുകയും എന്തെങ്കിലും അവശേഷിപ്പുകൾ ഉണ്ടോ എന്ന് തിരയുകയുമാണ് രക്ഷാപ്രവർത്തക സംഘം. ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന സാധനങ്ങൾ കണ്ട് വിശ്വസിക്കാനാകാതെ അർജുൻ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. അത്രമാത്രം വേദനാജനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മകന്റെ കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. തിരച്ചിലിനൊടുവിൽ അർജുന്റെ 2 ഫോണുകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫോണുകളിലേക്ക് വിളിച്ച വിളികൾ അത് അത്രയും ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ആ ഫോണുകൾ ലഭ്യമായി എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ഉണ്ടായത്. ഏറെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. അർജുൻ ഇന്ന് മകന് മുന്നിൽക്കുന്ന ഒരു കളിപ്പാട്ടമുണ്ട്. അത് ഈ തവണ യാത്രയിൽ പോയപ്പോൾ അർജുൻ അത് കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അത്തരത്തിൽ അർജുന്റെ ഓരോ ഉപയോഗിച്ച വസ്തുക്കളും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. ഫോൺ അടക്കമുള്ള വസ്തുക്കൾ ഓരോന്നോരോന്നായി കണ്ടെടുക്കുന്നു. വസ്ത്രങ്ങൾ, ചെരുപ്പ്, ബാഗ്, വാച്ച്, വാഹനത്തിന്റെ രേഖകൾ എന്നിവയൊക്കെ ലഭ്യമായിട്ടുണ്ട്. 2 വയസ്സുകാരനായ കുഞ്ഞിനായി വാങ്ങിവെച്ചെന്ന് കരുതുന്ന കളിപ്പാട്ടവും ക്യാബിനുള്ളിൽ നിന്ന് കണ്ടെത്തി. ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ എന്നും അർജുൻ കുഞ്ഞിനായി സമ്മാനിക്കാറുണ്ട് എന്ന് അവന്റെ കുടുംബം പറയുകയാണ്. കൂടുതൽ അസ്ഥിഭാഗങ്ങളും വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ ഷർട്ടും ബനിയനുമെല്ലാം അർജുൻ ഉപയോഗിച്ചത് എന്ന് തന്നെയാണ് കരുതുന്നതെന്ന് സഹോദരൻ തിരിച്ചറിയുന്നുണ്ട്. ക്യാബിനുള്ളിൽ നിറഞ്ഞിരുന്ന ചെളി നീക്കം ചെയ്ത ശേഷം നടത്തിയ പരിശോധനയിൽ ഇവയൊക്കെ കണ്ടെടുത്തു. അർജുൻ ഉപയോഗിച്ച ലോറിയിലുള്ള വസ്തുക്കളെല്ലാം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഭാര്യ കൃഷ്ണപ്രിയ സഹോദരനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് വിവരം. ഏറെ ദുഷ്കരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് ഇന്ന് രാവിലെ അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോറി പുറത്തെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും വടം പൊട്ടിപ്പോകുമായിരുന്ന സാഹചര്യത്തിലായിരുന്നു ശ്രമം നിർത്തിവെക്കുകയായിരുന്നു. ഹാൻഡ് ബ്രേക്കിലായതിനാൽ ലോറിയുടെ ബാക്ക് ടയറുകൾ ചലിക്കുന്ന അവസ്ഥയിലല്ല. അർജുന്റെ മൃതദേഹം വെള്ളിയാഴ്ചയാണ് കുടുംബങ്ങൾക്ക് വിട്ടു നൽകാൻ പോകുന്നത് എന്നതാണ് വിവരം. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ അർജുന്റെ DNA പരിശോധനയുടെ നടപടിയിലാണ്. ലോറിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റെ DNA പരിശോധന ഫലം ഇന്ന് തന്നെ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. അർജുന്റെ അസ്ഥിയുടെ ഒരു ഭാഗം എടുത്ത മാംഗ്ലൂരു FSL ലാബിലേക്കാണ് അയച്ചിരിക്കുന്നത്. മൃതദേഹം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം അർജുൻ എവിടെ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു ഉത്തരമാണെങ്കിൽ പോലും ഒരു അവസാനം ആ ചോദ്യത്തിനുള്ള ഒരു അവസാനം ലഭ്യമായി എന്ന് തന്നെയാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അർജുന്റെ സഹോദരി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്.